അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കിപ്പം തത്സമയം. അർജുൻ മട്ടന്നൂര് ഇപ്പോൾ ഷൈൻ ടീച്ചർക്കെതിരായ ഉണ്ണികൃഷ്ണൻ MLA-ക്കെതിരായ സൈബർ ആക്രമണം മറ്റൊരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഷൈൻ ടീച്ചർ. നമ്മളോടക്കം ഷൈൻ ടീച്ചർ സംസാരിച്ചതും അത് തന്നെയാണ്. ഇപ്പോൾ പോലീസ് കേസെടുത്ത് ഗൗരവത്തിൽ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. യൂട്യൂബറായ ഷാജഹാൻ, ഇത് മറ്റ് കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കൾ, യുവ നേതാക്കൾ, BRM ഷഫീറിനെ പോലെ, ജിൻഡോ ജോണിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇതെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പറവൂരിൽ തന്നെയുള്ള VD സതീശൻ്റെ ഒരു അനുയായി, അദ്ദേഹത്തിൻ്റെ അനുകൂലമായിട്ടുള്ള പോസ്റ്റുകളിടുന്ന ഗോപാലകൃഷ്ണനാണ് ഇതാദ്യം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. സമൂഹ മാധ്യമത്തിലെ ഈ പ്രചരണം ഇപ്പോൾ കോൺഗ്രസിന് ഒരു വിനയായി തീർന്നിരിക്കുകയാണോ അർജുൻ മട്ടന്നൂർ? ഗുഡ് ഈവനിങ് ഓൾ. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരമൊരു ആരോപണം എതിർ പാർട്ടിയായ CPM-നെതിരെ ഉയരുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് പറഞ്ഞത് CPM കരുതിയിരിക്കണം, ഒരു ബോംബ് പൊട്ടും എന്ന് പറയുകയും ചെയ്തു. മാത്രവുമല്ല, പറവൂരിൽ തന്നെയുള്ള CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആദ്യം ഷെയർ ചെയ്ത ആളുകൾ അത് ഈ പറവൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. കോൺഗ്രസിന്റെ സൈബർ ഇടത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന CK ഗോപാലകൃഷ്ണൻ എന്ന ആളുമാണ്. പിന്നീട് അത് ഏറ്റെടുത്ത ആളുകളും ഇത്തരത്തിൽ കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്നവരാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ വക്താക്കളായ BRM ഷഫീറും ഒപ്പം ഡോക്ടർ ജിൻഡോ ജോൺ അടക്കമുള്ളവരും ഇത് ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ പൂർണ്ണമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു പ്രചാരണം വന്നത് എന്നതാണ് ഇത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ നേതാക്കൾ ഷെയർ ചെയ്തതിനെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നേരത്തെ VD സതീശനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കുമെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ ആക്രമണം നടത്തിയ ഹാൻഡിലുകൾ അടക്കം ഇത്തരത്തിൽ നേരെ തിരിഞ്ഞ് അത് CPM-ന്റെ നേതാക്കൾക്കെതിരെയും ഈ KJ ഷൈനും ഉണ്ണികൃഷ്ണനുമെതിരെയുള്ള ആക്രമണത്തിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് CPM ഒരു രാഷ്ട്രീയ ആയുധമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ മുൻകാല CPM-ന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇത് CPM-ന്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാകുന്നത് കോൺഗ്രസ് തന്നെയാണ്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ഒരാൾ അത് ഈ CK ഗോപാലകൃഷ്ണനാണ്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. ഒപ്പം KM ഷാജഹാനുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. KJ ഷൈന്റെ ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രചാരണം നടത്തിയ BRM ഷഫീർ, പിന്നീട് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ അടക്കം കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു അർജുൻ.